എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ചില കൂട്ടർ. ആരാണ് ആ കൂട്ടർ? ഈ നാട്ടിലെ പൊതുജനം, ഈ നാട്ടിൽ സർക്കാരിനെതിരെ സംസാരിക്കുന്നവർ, ഈ നാട്ടിലെ ഭരണവ്യവസ്ഥയെ വിമർശിക്കുന്നവർ. ആ കൂട്ടർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും, ഹേ മിസ്റ്റർ, ഇന്ത്യയിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തെ അടക്കി വെച്ചേക്കുന്നവർ, ഈ നാട്ടിൽ 169 മാത്രം മാധ്യമ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് ഒരു അമേരിക്കൻ റിസർച്ച് കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സ്ഥാനം 169. 190 195 രാജ്യങ്ങളാണ് ആകെ ഈ ലോകത്തുള്ളത്. അപ്പോ അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ല എന്ന് പല ആവർത്തി മോദി സർക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കനാൽ കുംറയെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അടിച്ചു തകർക്കുന്നു, വലിയ രീതിയിൽ അദ്ദേഹത്തിനെ കടന്നാക്രമിക്കുന്നു, കൊന്നുകളയുമെന്ന് പറയുന്നു. ഷിൻഡയ്ക്കെതിരെ നടത്തിയ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഒരു ഭാഗം ഷിൻഡയെ എതിർക്കുന്നതായിരുന്നു. അപ്പോൾ ഷിൻഡെ അനുകൂലികൾ വന്നിട്ട് ഇങ്ങനെ കടന്നാക്രമിക്കുകയായിരുന്നു. ഇപ്പോ കനാൽ കുംറ പറയുകയാണ്, ഞാൻ തമിഴ്നാട്ടിലാണുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, ഇവിടെ ഞാനുണ്ട് എന്ന്. എന്നെ തകർക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പിന്തിരിഞ്ഞോടില്ല, എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് കുംറ പറഞ്ഞു വെക്കുമ്പോൾ ആ പോസ്റ്റിന് കീഴിലും സംഘപരിവാർ അനുകൂലികൾ വന്നിട്ട് പറയാണ്, ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് വരാമെന്ന്. അതങ്ങനെ നിൽക്കുന്നു. ഇനി ഇന്ത്യയിലെ ഒരു വലിയ ചിത്രമായി ഒരു മലയാള സിനിമയ്ക്ക് ഇത്രമേൽ വളരാൻ സാധിക്കുമോ എന്നൊക്കെ മലയാളികൾ പോലും ഇങ്ങനെ ആലോചിച്ചിരുന്നു പോയ എമ്പുരാൻ ഇങ്ങനെ മാർച്ച് 27 ലോക സിനിമാ പ്രേമികൾക്കായി തുറന്നു കൊടുത്തപ്പോൾ എന്തായിരുന്നു എമ്പുരാനുള്ള ഒരു ആളുകളുടെ വലിയ രീതിയിലുള്ള ഒരു അനുകൂല തരംഗം? എല്ലാവരും തകർത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, എമ്പുരാന് വേണ്ടി കാത്തിരിക്കുന്നു. ജാതിഭേദമന്യേ രാഷ്ട്രീയ കൊടികളുടെ നിറം നോക്കാതെ എല്ലാവരും എമ്പുരാന് വേണ്ടി കാത്തിരുന്നു. കാരണം അതൊരു സിനിമയാണ്. അതിനകത്ത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, സിനിമയെ ആസ്വദിക്കുന്നവരെല്ലാം ഉണ്ട്. പെട്ടെന്ന് എങ്ങനെയാണ് എമ്പുരാനെ അനുകൂലിച്ചിരുന്നവർ മുഴുവൻ ഒരു പ്രത്യേക കൊടിയുടെ കീഴിലേക്ക് മാറുന്നത്? ഇന്ത്യയെ അനുകൂലിച്ചിരുന്നവർക്ക് മുഴുവൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെ ചൊവ വരുന്നത്? പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുമെന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ് പൃഥ്വിരാജ് എന്ന ചെറുപ്പക്കാരൻ ഈ മലയാള നാട്ടിൽ. എന്താണ് ആ ചോദ്യത്തിന്, ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അന്ന് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? എനിക്ക് സിനിമയാക്കണമെന്ന് തോന്നുന്ന, എനിക്ക് ഈ നാടിനോട് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളെ സിനിമയാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. 20 വർഷങ്ങൾക്കിപ്പുറം എമ്പുരാൻ ഇങ്ങനെ പാൻ ഇന്ത്യൻ സിനിമയായി മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് കയറ്റിവിടുന്ന രീതിയിൽ എമ്പുരാൻ ഒരു റീച്ച് ഉണ്ടാക്കി വരുമ്പോൾ ആ എമ്പുരാനിൽ പൃഥ്വിരാജ്, മുരളി ഗോപി ഒരു തന്റെ ഇടം കാണിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ വംശീയ ഹത്യ നടത്തി ഒരു നാടിനെ കൊലയ്ക്ക് കൊടുത്തവരാണ് ഇന്ന് ഈ ഭാരതം, ഇന്ന് ഈ നാട് ഭരിക്കുന്നത് എന്ന് പറയാൻ ഒരാർജവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വല്ലാത്തൊരു നട്ടെല്ല് വേണം. ആ നട്ടെല്ലുള്ളവനെ അത് പറയാൻ സാധിക്കുകയുള്ളൂ. 100% പൃഥ്വിരാജിനും മുരളി ഗോപിക്കും അറിയാം, ഇങ്ങനെ ഈ നാട്ടിൽ ഇപ്പോൾ പറഞ്ഞാൽ എത്രമേൽ വലിയ ഒരു അരികുവൽക്കരണം നടത്തപ്പെടും, എത്രമേൽ അവരെ പാർശ്വവൽക്കരിക്കും, എത്രമേൽ വലിയ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. മോഹൻലാലിനെ വെച്ച് രാജപ്പ നീ ചെയ്തത് കൊടും ചതിയാണ്, നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം എന്നിങ്ങനെ തുടങ്ങുന്നു സൈബർ ഇടങ്ങളിലെ പൃഥ്വിരാജിനെ, മുരളി ഗോപിയെ, എമ്പുരാനെ വലിച്ചു കയറി ഒട്ടിക്കുന്ന ആക്രമണങ്ങൾ. ഇതാണ് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലായ്മയെ, ഒരു സിനിമയെ സിനിമയായി കാണാൻ സാധിക്കാത്തതിന്റെ എത്രമേൽ വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരെതിരഭിപ്രായം പോലുമില്ലാതെ എമ്പുരാനെ എന്ന് പറഞ്ഞ് വിളിച്ചു പാടി നടന്നവർ തങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരെ, തങ്ങൾ സംഘപരിവാറിനെതിരെയാണ് എമ്പുരാനിന്റെ ഒരു വജ്രായുധം ഒളിപ്പിച്ചു വെച്ചതെന്ന് അറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ചിന്താഗതി മാറുന്നു. വലിയ രീതിയിൽ അതിനെ, ആ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ തുടങ്ങുന്നു. എന്താണോ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതുതന്നെ എമ്പുരാനെതിരെയും വരുന്നു എന്നുള്ളതാണ്.